കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ഇനി ആരാകും? നിലവിലെ MLA ആന്റണി ജോൺ ഹാട്രിക് തികയ്ക്കുമോ? രണ്ടാം അംഗത്തിനിറങ്ങിയ ഷിബു തെക്കുംപുറം വിജയക്കൊടി പാറിക്കുമോ? അജി നാരായണൻ അട്ടിമറി വിജയം നേടുമോ എന്നാണ് ജനം വിധി എഴുതാനിരിക്കുന്നത്. ഫലം അറിയാൻ മെയ് 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. കോതമംഗലത്ത് 2021 സ്ഥാനാർത്ഥികളായിരുന്ന ആന്റണി ജോണും ഷിബു തെക്കുംപുറവും തമ്മിലാണ് പ്രധാന പോരാട്ടം. ഇവർക്ക് വെല്ലുവിളി ഉയർത്താൻ അജി നാരായണനുമുണ്ട്. തുടർച്ചയായ 3-ാം വിജയത്തിനായാണ് ആന്റണി ജോണിന്റെ പോരാട്ടം. 2-ാം അംഗത്തിൽ കന്നി വിജയമാണ് ഷിബു തെക്കുംപുറത്തിന്റെ ലക്ഷ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഏറെ മുന്നേറ്റം സൃഷ്ടിക്കാനാണ് അജി നാരായണൻ രംഗത്തുള്ളത്. 10 വർഷം വൻ വികസനം സാധ്യമാക്കി എന്ന അവകാശവാദവുമായാണ് ആന്റണിയുടെ പ്രചാരണമെങ്കിൽ ആ അവകാശവാദത്തിലെ പൊള്ളത്തരം പറഞ്ഞാണ് ഷിബു തെക്കുംപുറത്തിന്റെ വോട്ടുപിടുത്തം. നിശബ്ദ പ്രചാരണ ദിവസവും സ്ഥാനാർത്ഥികൾ സജീവമായിരുന്നു. ആന്റണി ജോൺ മൂവാറ്റുപുഴ ഡെൻകെയർ ഡെന്റൽ ലാബിലെത്തി വോട്ടർമാരെ കണ്ടു. 3-ാം വിജയം ഉറപ്പാണെന്ന് ആന്റണി ജോൺ അവകാശപ്പെട്ടു. തികഞ്ഞ ഈശ്വരവിശ്വാസി, എപ്പോഴും പ്രാർത്ഥനയോടും മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് മാത്രം മനസ്സിൽ ചിന്തിക്കുന്ന ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയാണ് പ്രിയപ്പെട്ട ജോൺ സാറ്. സാറിൻ്റെ സാന്നിധ്യം അതാണ് ഏറ്റവും കൂടുതൽ. ഞാൻ നേരത്തെ വന്ന് വോട്ടഭ്യർത്ഥിച്ച് പോകുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജോൺ സാറിൻ്റെ സാന്നിധ്യത്തിൽ വോട്ടഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഞാൻ ആദ്യവും ഇവിടെ വോട്ടഭ്യർത്ഥിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പം നിരവധി യോഗങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ യോഗങ്ങളിലൊക്കെ എത്ര തിരക്കുണ്ടെങ്കിലും ജോൺ സാറിൻ്റെ ഷിബു തെക്കുംപുറം കാണാൻ കഴിയാതിരുന്ന വോട്ടർമാരുമായി ബന്ധപ്പെട്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. വിജയത്തിന്റെ കാര്യത്തിൽ UDFന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന് ഷിബു തെക്കുംപുറം പറഞ്ഞു. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട എല്ലാവരുമായി ബന്ധപ്പെടാനും എല്ലാവരുമായി നേരിട്ട് കാണാൻ കഴിയാത്തവരെ വിളിക്കാനും ഒക്കെയായിട്ട് ഇന്നത്തെ ദിവസം മാറ്റിവെച്ചേക്കുക. ഇന്നലെ കോതമംഗലം ഇതുവരെ കാണാത്ത നിലയിലുള്ള വലിയ കുട്ടിക്കലാശത്തിനും അതോടൊപ്പം തന്നെ റോഡ് ഷോയ്ക്കും സാക്ഷ്യം വഹിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നലത്തെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തത്. വലിയ മുന്നേറ്റമാണ് UDFന് ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളും ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ഒരു ഭരണമാറ്റത്തിന് വേണ്ടി അണിനേരുന്ന കാഴ്ചയാണ് കോതമംഗലത്ത് കാണാൻ കഴിയുന്നത്. കോതമംഗലം മാറണം, നാട് മാറുമെന്ന സന്ദേശവുമായിട്ടാണ് ജനങ്ങൾ UDFനൊപ്പം അണിനിരന്നിരിക്കുന്നത്. GTV ന്യൂസ് കോതമംഗലം.